CPM-നെ വിമർശിച്ച് സീറോ മലബാർ സഭ. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് CPM അവസാനിപ്പിക്കണമെന്ന് സീറോ മലബാർ സഭ. കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നന്ദി പറഞ്ഞതിനെ തുടർന്നായിരുന്നു CPM-ന്റെ അധിക്ഷേപം. വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു. ബീന റാണി, നമുക്കറിയാം കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ നിലയിലാണ് സീറോ മലബാർ സഭ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും നന്ദി അറിയിച്ചത്. അതേ തുടർന്നാണ് CPM സഭയ്ക്കെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത്. അതിനെതിരെയാണ് ഇപ്പോൾ സീറോ മലബാർ സഭ പ്രതികരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ബീന റാണി. വിനോദ്, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒപ്പം കേന്ദ്ര സർക്കാരിനും നന്ദി പറഞ്ഞതിന് ശേഷമാണ് തലശ്ശേരി മെത്രാപ്പോലീത്തയും അതോടൊപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയുമായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ CPM തുടരെ നിരന്തരമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി തന്നെ മാർ ജോസഫ് പാംബ്ലാനിയെ അവസരവാദി എന്നാണ് വിശേഷിപ്പിച്ചത്. ഇത്തരത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ നടത്തിവരുന്ന നിരുത്തരവാദപരമായ പ്രസ്താവന എന്തായാലും അസ്വസ്ഥത ജനിപ്പിക്കുന്നതാണെന്നാണ് ഇപ്പോൾ സീറോ മലബാർ സഭ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. സന്യാസിനിമാരുടെ മോചനം സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും എല്ലാം നന്ദി പറയുന്ന ഒരു കർമ്മമാണ് സീറോ മലബാർ സഭ ഔദ്യോഗികമായി അറിയിച്ചത്. ഇത് നേരത്തെയും ഇത്തരത്തിൽ തന്നെയായിരുന്നു സീറോ മലബാർ സഭയുടെ നിലപാട്. അത് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ ഈ വിഷയത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യ സംരക്ഷണത്തിനായി CPM അവരുടെ വിവിധ സംവിധാനങ്ങളിലൂടെ അനവസരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി മാർ ജോസഫ് പാംബ്ലാനിയെ അധിക്ഷേപിക്കുകയാണെന്നാണ് ഇപ്പോൾ സീറോ മലബാർ സഭ കുറ്റപ്പെടുത്തുന്നത്. ഇതൊരു കേവലം സാന്ദർഭികമായ ഒരു പ്രസ്താവന മാത്രമല്ല എന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് ഉണ്ടായ തുടർച്ചയായുള്ള ഇത്തരം പ്രസ്താവനയും പ്രതികരണങ്ങളും. ആർക്ക് എപ്പോൾ നന്ദി പറയണം, ആരെ വിമർശിക്കണം എന്നതൊക്കെ തീരുമാനിക്കേണ്ടത് സഭയാണ്, അല്ലാതെ CPM അല്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ ഈ CPM-ന്റെ അധിക്ഷേപത്തിനെതിരെ തലശ്ശേരി അതിരൂപതയും രംഗത്ത് വന്നിരുന്നു. AKG സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയിട്ട് വേണോ സഭയ്ക്ക് എന്തെങ്കിലും പ്രസ്താവനകൾ നടത്താൻ, ഇല്ലെങ്കിൽ വിമർശനം നടത്താൻ എന്ന് നേരത്തെ ചോദിച്ചിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണം, മാർ ജോസഫ് പാംബ്ലാനിയെ ഒറ്റപ്പെടുത്തി വിമർശിക്കാനുള്ള പ്രവണതയിൽ നിന്ന് CPM പിന്മാറണമെന്ന ആവശ്യമാണ്. CPM-നെ വിമർശിച്ച് സീറോ മലബാർ സഭ രംഗത്ത് വരുന്നു. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് CPM അവസാനിപ്പിക്കണമെന്നാണ് പ്രസ്താവനയിലൂടെ സഭ ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ബീന റാണി.